ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടാവും. നല്ല അടിപൊളി റെസിപ്പീസാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. നമ്മൾ രാവിലെ അരച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ അതിൻ്റെ കോംബോ ആയിട്ട് നല്ലൊരു അടിപൊളി ഫിഷ് മോളിൻ്റെ റെസിപ്പിയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടാവും കേട്ടോ. അപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുക്കുന്നത്. ഒരു 3 കപ്പ് പച്ചരി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പച്ചരിയോ അല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഇഡ്ഡലി റൈസോ എടുക്കാം കേട്ടോ. പച്ചരി ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ 3 കപ്പ് പച്ചരി എടുത്തിട്ട് നന്നായിട്ട് കഴുകി കൊണ്ടുവരും. 3-4 പ്രാവശ്യം കഴുകണേ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചോറാണ്. നമ്മൾ പൊന്നിയരിയോ കുറുവരിയോ ഏത് അരിൻ്റെ ചോറായാലും പ്രശ്നമില്ല. പുഴുങ്ങലരി ആയിരിക്കണം. ഒരു 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടി ഒരു 1.5 കപ്പ് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ നേർപകുതി തേങ്ങ എടുത്താൽ മതി. 1.5 കപ്പ് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനിയിപ്പോൾ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയാലും മറ്റേതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാരൻ്റെ അളവ് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുക. അതിൻ്റെ മുന്നേ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കഴുകിയതാണ്. ഈ വെള്ളം നമ്മൾ അരക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നല്ല വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അളന്ന് ഒഴിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 2.5 കപ്പ് വെള്ളമാണ് എനിക്കിവിടെ കറക്റ്റായിട്ട് വന്നത്. അത് നിങ്ങൾ ഓരോ അരിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിരിക്കും. ഏകദേശ കണക്കാണ് പറയുന്നത്. അപ്പോൾ വെള്ളം നിങ്ങൾ ആ ഒരു അരിൻ്റെ അതേ ലെവലിൽ വരുന്നവരെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അരിയൊന്നും അടിയിൽ നിൽക്കുന്ന രീതിയിൽ. ഒരുപാടായി പോകേണ്ട ഈ വെള്ളം നമുക്ക് കളയാൻ പാടില്ല. കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളം കളയേണ്ടി വരും. അന്നേരം നമ്മൾ അപ്പത്തിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അതുപോലെ തന്നെ ആ ഈസ്റ്റിൻ്റെ എല്ലാ ഗുണങ്ങളും പോയി പോകും. അതുകൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് ലെവലിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആദ്യം ആ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല ആ ഒരു അതേ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ലേശം കൂടെ അരി ഒന്ന് താവണം. അപ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ കറക്റ്റാണ് കേട്ടോ. ഏകദേശം ഇത് റെഡി തന്നെയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ചിരിച്ച് നോക്കിയാൽ റെഡി തന്നെയാണ്. അപ്പോൾ ഞാനിത് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ രാത്രിയൊക്കെ അരച്ച് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ രാത്രി ഇങ്ങനെ പുതിർത്തി അവിടെ വെച്ചാൽ മതി കേട്ടോ. ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ 8 മണിക്കൂറിന് ശേഷമാണ് ഇത് എടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ തലേന്ന് വെച്ചതാണത്. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് അരക്കേണ്ടത്. ഈ വെള്ളം ഇനി പോരാൻ തോന്നുകയാണെങ്കിൽ മാത്രം എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലത്തെ വെള്ളം ഒട്ടും കളയാനും പാടില്ല കേട്ടോ. ഈ വെള്ളം നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ ഇത് ചേർത്താലും മാത്രമേ നമുക്കിത് പെട്ടെന്ന് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അരച്ച ഉടനെ ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫെർമെൻറ്റ് ആവി കിട്ടണമെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ തന്നെ അരക്കണം. ഈ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ പിന്നെ അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല മഷി പോലെ അരക്കുകയും വേണം കേട്ടോ. തീരെ തരി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനൊരു പാകം കാണിച്ചു തരാം. നല്ല പേസ്റ്റ് ആയിരിക്കണം കേട്ടോ. തീരെ തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ള അരിയും ഇതേപോലെ തന്നെ അരച്ച് കൊണ്ടുവരാം കേട്ടോ. അതിൽ എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് രണ്ടാമത്തെ ബാച്ചും ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അരച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇനി ഒരു കറി വേണമല്ലോ. അപ്പോൾ ആ ഒരു കറി ഉണ്ടാക്കുന്ന സമയം വരെ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെയാണ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനത് കറി ഉണ്ടാക്കുന്നവരെ അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കറി ഞാൻ പറഞ്ഞല്ലോ ഫിഷ് മോളിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അയക്കോറയാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഈ മീനൊന്ന് വൃത്തിയാക്കി കൊണ്ടുവരാം. ഇനിയിപ്പോൾ അതിലേക്കൊരു മസാല തേക്കണം. ഒരു മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്താണ്. പിന്നെ വേണ്ടത് കുരുമുളക് ചതച്ചതാണ് ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെമൺ ജ്യൂസാണ് കേട്ടോ. ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണോ ടേബിൾ സ്പൂണോ കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ഇവിടെ ഇതായതുകൊണ്ടാണ് ഞാൻ ടേബിൾ സ്പൂൺ ചേർത്തത്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മീനിലാണ് നമ്മളിത് തേച്ചെടുക്കേണ്ടത്. ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. നമ്മൾ മത്തിയൊന്നും വെച്ചിട്ട് ചെയ്യൂല. വേറെ ഏത് മീനായാലും കുഴപ്പമില്ല. ഏത് മീനും ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഓരോ മീനിൻ്റെ കഷ്ണം ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മസാലയൊക്കെ തേച്ച് കൊടുക്കുക. അപ്പോൾ മസാല തേച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കണം കേട്ടോ. ഞാനിപ്പോഴും പറയുന്നതാണ് മീനിലങ്ങനെ ഒരുപാട് നേരം നമ്മൾ മസാല തേച്ച് വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. പെട്ടെന്ന് പിടിക്കും. മസാല പെട്ടെന്ന് പിടിക്കുന്നതാണ്. പിന്നെയാണ് ഒരുപാട് കട്ടിയുള്ള ഇതിലൊന്നല്ല മുറിച്ചത്. ഒരു നേരിയ ടൈപ്പിൽ തന്നെയാണ് മുറിച്ചത്. അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഇത് അരക്കുന്നതിൻ്റെ മുന്നേ ചെയ്തതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഒന്നിച്ച് ഒരു റെസിപ്പി ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ബാക്കിലേക്ക് കാണിക്കുന്നത്. ഇത് ഞാൻ ആ ഒരു അരിയൊക്കെ അരക്കുന്നതിൻ്റെ മുന്നേ മീൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു 10 മിനിറ്റ് അവിടെ നിൽക്കട്ടെ.
ഇനിയിപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാനിൽ വെളിച്ചെണ്ണ ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഫിഷ് മോളിക്ക് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതന്നെ എടുത്തോ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മീൻ ഇട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ പൊരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആക്കി പൊരിച്ചെടുക്കരുത്. എന്നുവെച്ചാൽ നമ്മൾ കറിയിലിട്ടിട്ടും ഒന്ന് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരുപാടിട്ട് അങ്ങനെ എന്താ പറയുക ഡ്രൈ ആക്കി എടുക്കണ്ട. ഒരു ഭാഗം ഒന്ന് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തിരിച്ചിട്ട് ഒരു 2 മിനിറ്റൊക്കെ മതിയാവും. അപ്പോഴത്തേക്കും ഒരു ഭാഗം ഒന്ന് മൊരിയാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് 2 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഒരു ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇപ്പുറത്തെ ഭാഗവും ഇതേപോലെ തന്നെ ഒരു 2 മിനിറ്റ് നേരം വെച്ചാൽ മതി. പെട്ടെന്നായി കിട്ടും കേട്ടോ. അങ്ങനെ തീയൊന്നും സിമ്മാക്കി വെക്കൊന്നും വേണ്ട. ഒരു മീഡിയം തീയിലിട്ടിട്ട് തന്നെ അങ്ങ് പൊരിച്ചെടുത്താൽ മതി. പിന്നെ ഇങ്ങനെ എന്താ പറയുക പൊടിഞ്ഞു പോവാത്ത മീൻ എടുക്കലാണ് ഫിഷ് മോളിക്ക് ഏറ്റവും നല്ലത്. ഒരു കട്ടിയുള്ള ദശക്കട്ടിയുള്ള മീനൊന്നും അറിയില്ല. അങ്ങനത്തെ മീനാണ് ഫിഷ് മോളിക്ക് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ അത് 2 ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് കോരിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാ പീസും കോരിയെടുത്തതിന് ശേഷം ഇതേ എണ്ണയിലാണ് നമ്മൾ ബാക്കി കറി ഉണ്ടാക്കേണ്ടത് കേട്ടോ. ഈ എണ്ണ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ കറി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അത് കംപ്ലീറ്റ് എല്ലാ പീസും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ മീൻ അവിടെ മാറ്റി വെക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ അളവ് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. ഒരു 3 പട്ടയും 3 ഗ്രാമ്പു 3 കഷ്ണം ഏലക്കായും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 3 കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ചെറിയുള്ളിയാണ് എടുക്കേണ്ടത്. ഒരു 15 മുതൽ 20 വരെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെറിയുള്ളി എടുക്കാം. ഇനിയിപ്പം ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ വലിയുള്ളി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ചെറിയുള്ളി ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വലിയുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ വലിയുള്ളി എടുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ഇട്ടോ കേട്ടോ. കാരണം ഇതിൽ വേറെ എരിവൊന്നും വരാനില്ല. കുരുമുളക് മാത്രമേ നമ്മൾ ഇതിൽ ചേർക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് ഇതായാൽ പോരാ. നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അത് ആവശ്യത്തിന് ഇത് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ. ഇനിയിപ്പോൾ അത് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വാട്ടിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ചേർക്കണമെന്നൊന്നുമില്ല. അരിഞ്ഞിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ അത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമ്മളെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ മതി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തത്. പിന്നെ കുരുമുളക് ചതച്ച കേട്ടോ. കുരുമുളകിൻ്റെ പൗഡർ ചേർക്കരുത്. ഇങ്ങനെ നമ്മൾ വീട്ടിൽ ചതച്ചെടുക്കുന്നത് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു പൊടികൾ ഒരു പച്ചമണക്കൊന്ന് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊടികളെ പച്ചമണക്കൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അധികം കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ കേട്ടോ. 1-ാം പാലല്ല, ഒരു 2-ാം പാൽ എന്നൊക്കെ പറയുന്ന ഒരു അധികം കട്ടിയില്ലാണ്ട് ഞാൻ അരച്ചെടുത്ത തേങ്ങാപ്പാലാണ്. അത് ഏകദേശം ഒരു കപ്പിൻ്റെ മേലെ ഉണ്ട്. അത്രയും ഒഴിച്ചെടുത്ത് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഈ തേങ്ങാപ്പാലൊന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ച് വെച്ച മീനും കൂടെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ. തിളക്കുന്ന സമയത്ത് നിങ്ങൾ ടേസ്റ്റ് നോക്കുക. ഉപ്പ് വേണം തോന്നുകയാണെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് റെഡിയാണ്, കറക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് നമ്മൾ പൊരിച്ച് വെച്ച ആ ഒരു മീൻ തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മീൻ പൊടിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ കിടന്നിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുകയും ചെയ്യുക. ആ ഒരു മീനിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് വരണമല്ലോ. അപ്പോൾ ഇതാ മീനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു പൊരിച്ച എണ്ണയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വട്ടത്തിലരിഞ്ഞ തക്കാളിയാണ്. ഇത് നമ്മൾ ട്രഡീഷണലായിട്ട് തന്നെ ഈ ഒരു ഫിഷ് മോളിക്ക് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞിട്ടാണ് ചേർക്കൽ കേട്ടോ. ആ ഒരു രീതി അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ അതാ ഒരു തക്കാളിയാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. ഇനി മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരം തിളക്കട്ടെ. ഇപ്പോൾ അതൊരു 3 മിനിറ്റ് നേരം ഞാനത് അടച്ച് വെച്ച് മീഡിയം തീയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ മീനൊക്കെ നന്നായിട്ട് സെറ്റായി വന്നു കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലൂസായിട്ട് തോന്നും. പക്ഷേ കുഴപ്പമില്ല, ചൂടാറുമ്പോൾ കട്ടിയായിക്കോളും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ വിനാഗിരി സുർക്കാണ് കേട്ടോ. 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു സുർക്കയും കൂടെ ഒക്കെ വരുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് വരിക കേട്ടോ. ഇനിയിപ്പോൾ അതാ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു അരക്കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 1-ാം പാൽ എന്ന് പറയുന്നത് കട്ടി തേങ്ങാപ്പാൽ. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ചുറ്റിക്കേണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പാൻ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ അത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വലിയ കട്ടിയൊന്നും ഫീൽ ചെയ്യൂല. പക്ഷെ അത് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്ന് കട്ടിയായിക്കോളും. ഇതിപ്പോൾ റെഡി ആയി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇപ്പോൾ നമ്മളെ ഫിഷ് മോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നീ അടച്ച് വെക്കുക. ഒന്ന് ചൂടാറിക്കോട്ടെ. ചൂടാറിയിട്ട് കഴിക്കലാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അല്ലാണ്ട് ചൂടോടുകൂടി കഴിക്കലല്ല, ഒന്ന് തണിഞ്ഞോട്ടെ.
ഇനിയിപ്പോൾ അപ്പം ചുടുന്നതിൻ്റെ മുന്നേ ഞാനൊരു ഷോപ്പ് പരിചയപ്പെടുത്തി തരാം. ഇത് കറക്റ്റ് ടീം എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത്. ഇത് IS സലാമയിലാണ് കേട്ടോ, ജിദ്ദയിലാണ്. ജിദ്ദയിലുള്ള ആൾക്കാരോടാണ് പറയുന്നത്. ജിദ്ദയിലുള്ള ആൾക്കാർക്ക് IS സലാമയിൽ പുതുതായിട്ട് ഓപ്പൺ ചെയ്തൊരു ഷോപ്പാണ്. ഒരു കഫേ ആണ്, നല്ല അടിപൊളി ഷോപ്പാണ് കേട്ടോ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലേ, ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. ഞാൻ അവിടെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു തന്നേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര റീസണബിൾ പ്രൈസാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് അമേസിങ് ആണ് കേട്ടോ, സൂപ്പർ ഫുഡാണ്. ഇല്ലാത്ത ഒന്നും തന്നെ ഇല്ല. എന്താ പറയുക, എല്ലാ ടൈപ്പ് സാൻഡ്വിച്ചസും, എല്ലാ ടൈപ്പ് റാപ്സ്, അതുപോലെ തന്നെ ബ്രോസ്റ്റഡ് ചിക്കന്, നഗറ്റ്സ്, ബർഗറൊക്കെ ഇവർ സ്പെഷ്യലാണ്, ഫ്രഷ് എണ്ണാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് പോയി നോക്കുക. പിന്നെ ഇവർ പുതുതായിട്ട് ഓപ്പൺ ചെയ്തതുകൊണ്ട് 1 വീക്കിലേക്ക് നല്ല അടിപൊളി ഓഫേഴ്സാണ് ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസ് പറയാണ്ടിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി ജ്യൂസാണ്. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും കളറും അതും ഇതൊന്നും ചേർക്കാത്ത, എസൻസുകളൊന്നും ചേർക്കാത്ത നല്ല ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ നല്ല ജ്യൂസാണ് കേട്ടോ, അടിപൊളിയാണ്. ഇതവരെ ആ ഒരു അരച്ച് അപ്പം തന്നെ ഉണ്ടാക്കുന്ന ബർഗേഴ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, പാർസലാണ് വാങ്ങിച്ചത്. ഞങ്ങൾ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഇഷ്ടമുള്ളത് വാങ്ങാം. നമ്മൾ വാങ്ങിയത് ഫെൻറ്റാസിയ റാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ അത് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫ് ബർഗേഴ്സ്, പിന്നെ ചിക്കൻ ബർഗർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ആച്ചി പറഞ്ഞാൽ നമുക്കൊന്ന് ബ്രോസ്റ്റഡ് ചിക്കനും ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങൾ വാങ്ങിയ എല്ലാ സാധനവും സൂപ്പർ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ മാംഗോ ജ്യൂസ്, ബട്ടർ ജ്യൂസാണ് ഞങ്ങൾ വാങ്ങിച്ചത്. എല്ലാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ സാധാരണ ഒരു കഫേയിലുള്ള അത്രയും പ്രൈസ് ഇവിടെ ഇല്ല, നല്ല റീസണബിൾ പ്രൈസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുക. ഇനിയിപ്പോൾ അത് അടുത്തതെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ അരച്ച് വെച്ച് നമ്മൾ ആ ഒരു കറി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു മാവ് ഞാൻ കാണിച്ചു തരാം. ഒരു 10-15 മിനിറ്റ് മാക്സിമം ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മളെ മാവ് നല്ല സോപ്പ് പത പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അധികം ആൾക്കാർക്കും പറ്റുന്നതെന്ന് വെച്ചാൽ രാത്രി അരച്ച് വെച്ചില്ലല്ലോ, ഇതിപ്പോൾ നേരത്തെ പൊതിർത്തിനെങ്കിൽ ഇപ്പോൾ അരച്ച് വെച്ച് കിടക്കായിരുന്നു, എന്നാൽ രാവിലെ വെള്ളപ്പം ഉണ്ടാക്കായിരുന്നു എന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു എളുപ്പവഴിയാണ് പറഞ്ഞു തരുന്നത്. രാത്രി പൊതിർത്തി വെച്ചാൽ മാത്രം മതി. കഴുകിയിട്ടെല്ലാം പൊതിർത്തി വെച്ചാൽ രാവിലെ എണീറ്റിട്ട് അരച്ച ഉടനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇനിയിപ്പോൾ അത് അപ്പം ഉണ്ടാക്കണ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഓരോ തവിയായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കട്ടിയിൽ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കൽ. ഇങ്ങനെ കട്ടി ഉണ്ടാക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നല്ല ലേസപ്പം എന്ന് പറയുന്നില്ല, ചില ആൾക്കാർ ഇതിന് പറയാം ലേസപ്പം എന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡൊക്കെ ലേസ് പോലെ നല്ല മൊരിഞ്ഞ് വരും, അതാണ് ലേസപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടെക്സ്ചറിലുള്ള അപ്പത്തിനാണ് ഈ ഒരു കട്ടിയിൽ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഇത് ലൂസാക്കിയാൽ എങ്ങനെയാണ് വരിക എന്നുള്ളത് രണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് മൂടി വെച്ച് കൊടുക്കുക. പെട്ടെന്ന് ആവുകയും ചെയ്യും, 2 മിനിറ്റൊക്കെ മതിയാവും. അപ്പോഴത്തേക്കന്നെ അതാ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നടുവിൽ ഒരുപാട് ഞാൻ വെക്കലില്ല കേട്ടോ. ഇവിടെ നടുവിലുള്ളത് അതവിടെ കുട്ടികൾ മാറ്റി വെച്ചേക്കും, അതുകൊണ്ട് ഞാൻ നല്ല നേരിയതായിട്ട് തന്നെയാണ് എല്ലായിടത്തും ഒരേപോലെ വെച്ച് കൊടുക്കൽ. അപ്പോൾ നല്ല അടിപൊളി അരികൊക്കെ നല്ല മൊരിഞ്ഞിട്ടുള്ള നല്ല സൂപ്പർ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല സൂപ്പറായിട്ടുള്ള അപ്പം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ല, ലേസ് പോലാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ അത് രണ്ടാമത്തെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക, പെട്ടെന്ന് ചുറ്റിച്ച് വേഗം വെച്ചാൽ 2-3 ചട്ടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആവും കേട്ടോ. നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനങ്ങനെ നടുവിലധികം വെക്കലില്ല. നടുവിൽ വെക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ രണ്ടാമത്തെ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള അപ്പം. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ ഒരു മാവ് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ ഞാനത് ഒരു കയ്യിൽ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് അങ്ങനെ വരിക എന്നുള്ളത് കാണിച്ചു തരാം. അത് പെട്ടെന്ന് നമുക്ക് ചുറ്റിക്കാനൊക്കെ എളുപ്പമായിരിക്കും. കുറച്ച് ലൂസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വളയ്ക്കുന്ന സമയത്ത് കണ്ടില്ലേ, പെട്ടെന്ന് ഇതാവും. പക്ഷേ ഇതിങ്ങനെ ക്രിസ്പി ആയിട്ടല്ല വരിക, ഇത് ലേസ് പോലെയല്ല വരിക. ഇതിങ്ങനെ എന്താ പറയുക, ബബിൾസ് ഇങ്ങനെ വരും, പക്ഷേ ഇതൊരു സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. നമുക്കിങ്ങനെ 2 വിരലുകൊണ്ടൊക്കെ മുറിക്കാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു അപ്പം ഉണ്ടാവുക. ഇപ്പോൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ കണ്ടില്ല, ആ ഒരു ഇങ്ങനെ വളയിനെ കണ്ടില്ല. അപ്പം ഇതുപോലെയാണ് ഉണ്ടാവുക ലൂസാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അത് ഇതിൽ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടിയെന്ന് വെച്ചാൽ ആ ഒരു ഇഷ്ടത്തിൽ നിങ്ങൾ ചുട്ടെടുത്താൽ മതി. അപ്പോൾ എനിക്കിഷ്ടം ഇങ്ങനെ ഈ ഒരു കട്ടി തന്നെ ലേസ് പോലെ മുരിഞ്ഞ് വരുന്ന ആ ഒരു രീതിയിലാണ്. ആ ഒരു പത പോലെ തന്നെ ഉണ്ടാവും. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു പത അങ്ങനെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിഷ്ടം. നിങ്ങൾക്ക് ഇനി ലൂസാക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത് നമ്മുടെ റെഡി ആയിന്. അപ്പോൾ ഇതാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തലേന്ന് പുതിർത്തി വെച്ചാൽ രാവിലെ അരച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വെള്ളപ്പത്തിൻ്റെ റെസിപ്പി. അപ്പോൾ നമ്മൾ ആ ഒരു ഫിഷ് മോളിയൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഇതിൻ്റെ കട്ടി ഉണ്ടല്ലേ, നേരത്തെ കാണിച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി. പിന്നെ ഒരുപാട് കട്ടിയുള്ള ഒരു കറിയല്ല ഫിഷ് മോളി എന്ന് പറയുന്നത് കേട്ടോ. പിന്നാണെങ്കിൽ എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് ഈ ഒരു ഫിഷ് മോളി എന്ന് പറയുന്നത്. ഒരു സാധാരണ ഒരു മീൻ തേങ്ങരച്ച കറിയോ അല്ലെങ്കിൽ മീൻ മുളകിട്ട കറീൻ്റെ അതിൻ്റെ ഒന്നും ഒരു ടേസ്റ്റ് അല്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. പത്തിരിക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും പൊറോട്ടക്കാണെങ്കിലും ഈവൻ നമ്മൾ പുട്ടൊക്കെ ചൂടാണെങ്കിൽ പുട്ടിൻ്റെ കൂടെ വരെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ഫിഷ് മോളി എന്ന് പറയുന്നത്. പിന്നെ ഫിഷ് മോളി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദശക്കട്ടിയുള്ള മീൻ വെച്ചിട്ട് ചെയ്യലാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക, അതാണ് ഏറ്റവും അടിപൊളിയായിട്ട് ഉണ്ടാവുക. പിന്നെ നല്ല ഇതായിരിക്കണം, തേങ്ങാപ്പാൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ
ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, 2 തക്കാളിയും 1 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും അത്രയേ ഉള്ളൂ. അപ്പം ഗാർണിഷിങ്ങിൽ ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പം എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാനൊന്ന് ജസ്റ്റ് ഇതാക്കി കൊടുത്തിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച 2 റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് ട്ടോ. ഇനിയും നല്ല നല്ല റെസിപ്പീസുകൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, ലേസ് പോലെ ഉണ്ടാവും. ഉള്ളിലൊക്കെ നല്ല ആരെടുത്തിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് ചൂടോടുകൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കിട്ടും. ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ തണുത്ത് പോകും. അപ്പോൾ ശരി, എന്നാൽ പറഞ്ഞൊന്നും മറന്നു പോകണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ വിലയേറിയ കമൻറ്റ്സ് എന്തെങ്കിലും ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാനും മറന്നു പോകരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.